ഒടുവിൽ വടശ്ശേരി ദാമോദരൻ സതീശൻ എന്ന വി.ഡി. സതീശൻ കേരള മുഖ്യമന്ത്രിയായി. 1 ഡസൻ മന്ത്രിമാർ തോക്കുവന്നിട്ട് അതിൽ കൂടുതൽ മന്ത്രിമാർ തോറ്റു. ഞാൻ 100-ലധികം സീറ്റ് എന്ന് പറഞ്ഞപ്പോൾ എന്നെ ഒരുപാട് പേര് പരിഹസിക്കുകയും അധിക്ഷേപിക്കുകയും ആക്ഷേപിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഓരോ വാക്കും. പത്തു വർഷത്തെ ഇടതുഭരണത്തിന് വിരാമമിട്ട് കേരളം ആരുടെ കൈകളിലേൽപ്പിക്കുമെന്നതിന് കക്ഷി രാഷ്ട്രീയത്തിൽ നിന്നും മാറി നിൽക്കുന്നവരുൾപ്പെടെ കണ്ടത് വി.ഡി. സതീശനെയാണ്. അതാണിപ്പോൾ യാഥാർത്ഥ്യമായത്. പറവൂരിന്റെ മനസ്സറിഞ്ഞ മനുഷ്യൻ ഇനി കേരളത്തിന്റെ മുഴുവൻ മനസ്സാക്ഷി സൂക്ഷിപ്പുകാരനാവുകയാണ്. ഇത്തവണ 100 തികച്ചില്ലെങ്കിൽ രാഷ്ട്രീയ വനവാസമാണെന്ന് ആവർത്തിച്ചു പറഞ്ഞുകൊണ്ടാണ് സതീശൻ വിസ്മയം തീർത്തത്. സതീശനൊഴികെ മറ്റു നേതാക്കൾ ആരും 100 എന്ന മാന്ത്രിക സംഖ്യയിൽ വിശ്വാസമർപ്പിച്ചിരുന്നില്ല. ഫലം പുറത്തു വന്നപ്പോൾ കേരളമാകെ UDF തരംഗം. 102-ലെത്തി നിൽക്കുന്ന രാഷ്ട്രീയ മുന്നേറ്റമാണ് നാട് കണ്ടത്. കോൺഗ്രസിനകത്തും പുറത്തും ജനഹിതമറിഞ്ഞ സമീപനങ്ങൾ കൊണ്ട് സതീശൻ നിലപാടുകളുടെ രാജകുമാരനായി. 2021-ൽ 41 സീറ്റിൽ തീർന്നെന്ന് വിധിയെഴുതിയവർക്ക് മുന്നിൽ തൃക്കാക്കര മുതൽ തദ്ദേശവും പിന്നാലെ 102 സീറ്റിന്റെ ആധികാരിക വിജയവുമായി കേരളം കൈയടക്കി. മുന്നണിയുടെ അതിജീവനക്ഷമത അരക്കിട്ടുറപ്പിച്ച രാഷ്ട്രീയ മുന്നേറ്റങ്ങളുടെ അമരത്ത് തലയെടുപ്പോടെ നിലയുറപ്പിച്ച് വി.ഡി. സതീശൻ. ഒരു ടേമിൽ ഇടതുമുന്നണിയെങ്കിൽ അടുത്തത് UDF എന്ന പരമ്പരാഗത രാഷ്ട്രീയ കീഴ്വഴക്കം അട്ടിമറിക്കപ്പെട്ടതിന്റെ ആഘാതത്തിൽ ആടിയുലഞ്ഞ മുന്നണി സംവിധാനങ്ങളുമായാണ് 99 സീറ്റിന്റെ മൃഗീയ ഭൂരിപക്ഷവുമായി നിലയുറപ്പിക്കുന്ന ഇടതു സർക്കാരിനെ നേരിടാൻ ഇറങ്ങിപ്പുറപ്പെട്ടതെന്ന് മറന്നു പോകരുത്. തുടർച്ചയായി പ്രതിപക്ഷത്തിരിക്കേണ്ടി വന്ന ഘടകകക്ഷികൾക്കും പ്രവർത്തകർക്കും ആത്മവിശ്വാസം നൽകുന്നതിനായിരുന്നു സതീശന്റെ ആദ്യ പരിഗണന. മുന്നണിയുടെ തെരഞ്ഞെടുപ്പ് സ്ട്രാറ്റജിയുടെ തുടക്കം എന്നത് കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ നയിച്ച പുതുയുഗ യാത്രയാണ്. ആ യാത്ര മുന്നണിയുടെ വിജയക്കുതിപ്പിന് നൽകിയ ആവേശം ചില്ലറയല്ലായിരുന്നു. എഴുത്തുകാരും സാമൂഹിക പ്രവർത്തകരും വിവിധ മേഖലകളിലെ വിദഗ്ധരും ഉൾപ്പെടെയുള്ള എല്ലാവരെയും ഉൾക്കൊള്ളുന്ന രാഷ്ട്രീയ പ്ലാറ്റ്ഫോമാക്കി ഐക്യ ജനാധിപത്യ മുന്നണിയെ മാറ്റി. ഒപ്പം ടീം UDF എന്ന് ആവർത്തിച്ചു പറഞ്ഞ് സ്പോർട്സ്മാൻ സ്പിരിറ്റ് സൃഷ്ടിച്ചു. തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനിടെ തുറന്ന സംവാദത്തിന് മുഖ്യമന്ത്രി പിണറായി വിജയനെ വെല്ലുവിളിച്ച സതീശനെ കണ്ടു. ഫേസ്ബുക്ക് സംവാദമാകാമെന്നായിരുന്നു പിണറായിയുടെ മറുപടി. സതീശൻ വിട്ടില്ല. സ്ഥലവും സമയവും നിങ്ങൾ നിശ്ചയിക്കൂ എന്ന് പറഞ്ഞ് പിന്നാലെ കൂടി. 1996-ലാണ് സതീശൻ ആദ്യമായി പറവൂരിൽ മത്സരിക്കാനെത്തുന്നത്. അന്നത്തെ തോൽവി വെറും 1016 വോട്ടിന്. തോറ്റിട്ടും പറവൂർ വിട്ടുപോയില്ല. 2001 മുതൽ ഇങ്ങോട്ട് വടക്കൻ പറവൂരിന്റെ പര്യായമായി. പിന്നീട് 2001-ലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇടതുമുന്നണി സ്ഥാനാർത്ഥിയായിരുന്ന KM ദിനകരനെ 7792 വോട്ടിന് തോൽപ്പിച്ചു. ആദ്യമായി നിയമസഭയിലെത്തി. 2006-ലും 2011-ലും 2016-ലും 2021-ലും പറവൂരിൽ സതീശ വിജയം ആവർത്തിച്ചു. 12ാം നിയമസഭയിൽ കോൺഗ്രസ് വിപ്പ് സ്ഥാനം വഹിച്ചിരുന്ന ഇദ്ദേഹം അന്യ സംസ്ഥാന ലോട്ടറിക്കെതിരായ രാഷ്ട്രീയ സംവാദങ്ങളിലൂടെ മാധ്യമ ശ്രദ്ധ നേടി. പരിസ്ഥിതിക്കും ഗാഡ്ഗിൽ കമ്മിറ്റി റിപ്പോർട്ടിന് അനുകൂലമായും പ്രതികരിക്കുന്ന MLA-മാരുടെ രാഷ്ട്രീയേതര സംഘത്തിൽ പ്രമുഖനായി തീർച്ചയായും പൊതുസമ്മതൻ എന്ന ഖ്യാതി നേടിയാണ് സതീശൻ മുഖ്യമന്ത്രി പദത്തിലേക്ക് എത്തുന്നത്. ഇനി പറഞ്ഞ വാക്ക് പാലിക്കാൻ വിശ്രമമില്ലാത്ത ദിനങ്ങളാണ് സതീശനെ കാത്തിരിക്കുന്നത്.